കിടപ്പ് രോഗിയായ ഒരു സ്ത്രീ അവൾക്ക് ആ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാകും? അതും തന്റെ ഭർത്താവ് അതേ വീട്ടിലുള്ള വേറെ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നറിഞ്ഞാലോ? എന്തായിരിക്കും അവൾ ചെയ്യുക? എന്തൊക്കെ പുകിലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു ഗർഭിണിയായ സ്ത്രീ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അവരുടെ കൈകളിലൊക്കെ ചോര പുരണ്ടിട്ടുണ്ട്. ആ കാഴ്ച അവിടെ അടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടി കാണുകയാണ്. ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയതും ആ കുട്ടി പേടിച്ചു വിറക്കുന്നു. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് 6 മാസത്തിന് മുമ്പുള്ള കാര്യമാണ്. നമ്മളുടെ കഥാനായികയായ ആന ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ അവൾ സാര എന്ന് പറഞ്ഞ കോമയിലായ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആന ആ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കാൻ വേണ്ടി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ സാരയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നത്. അങ്ങനെ അവൾ ആ നാട്ടിലെത്തുന്നു. ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് സാരയുടെ വീട്. അങ്ങനെ ബസ്സൊന്നും അതിലൂടെ പോകാറില്ല. അതുകൊണ്ട് തന്നെ ആനയെ പിക്ക് ചെയ്യാൻ സാരയുടെ ഹസ്ബൻഡ് ഓഗസ്റ്റീൻ അവിടേക്ക് വരികയാണ്. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷം അവളെയും കൂട്ടി അവൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇവക്കാണെങ്കിൽ ആ വീടും പരിസരവും ഒക്കെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. വീടിനകത്ത് കയറിയ ഉടനെ ഇവൾ സാരയെ അന്വേഷിക്കുകയാണ്. അപ്പൊ ഓഗസ്റ്റീൻ, ആദ്യം നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് സാറയെ കാണാം, മുകളിലാണ് നിന്റെ റൂം എന്ന് പറഞ്ഞ് ആ റൂമും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ആന ആ വീടൊക്കെ ഒന്ന് അടിമുടി നോക്കുകയാണ്. അപ്പൊ അവിടെ സാരയുടെ ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ കണ്ട് ഇവക്ക് നല്ലോണം അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സാര ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഇവൾ ആ വീടൊക്കെ ചുറ്റി നടന്ന് കാണുന്ന സമയത്ത് അവിടെയുള്ള ഒരു റൂമിൽ സാര ബെഡിൽ കിടക്കുന്നത് കാണുകയാണ്. ശേഷം അവൾ സാരയുടെ അടുത്ത് പോയി, ഹലോ, എന്റെ പേര് ആന, ഞാൻ നിന്നെ നോക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവൾ അവളെ പരിചയപ്പെടുത്തുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ആനയും ഓഗസ്റ്റീനും സംസാരിക്കുന്ന സമയത്ത് ഞാൻ നന്നായി കുക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഓഗസ്റ്റീൻ അവൻ പ്രിപ്പയർ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ ആനക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ശേഷം ആന സാരയ്ക്ക് എന്താ ആക്ച്വലി പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നു. സാരയുടെ കുടുംബത്തിന് പരമ്പരാഗതമായിട്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതങ്ങനെ അവൾക്കും കിട്ടി. കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയിട്ടും അവൾക്ക് പ്രഗ്നന്റ് ആയതിൽ അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവളുടെ ഡിപ്രഷൻ കൂടി അവൾ വീടിന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇവൾ ഈ അവസ്ഥയിലായത്. കുഞ്ഞും അന്നേരം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ സാരയുടെ കാര്യങ്ങൾ നോക്കിയത് ഓഗസ്റ്റീനായിരുന്നു. മുമ്പ് ഇവിടെ തുടക്കാനും വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് ഓഗസ്റ്റീൻ ഒരു നിയവസ് എന്ന് പറഞ്ഞ സ്ത്രീയെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സാരക്ക് ആ സ്ത്രീ അവിടെ നിൽക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവളെ അങ്ങ് പറഞ്ഞയച്ചു. ഓഗസ്റ്റീൻ ആണെങ്കിൽ സാരയുടെ കാര്യങ്ങൾ ഓർത്ത് വല്ലാത്ത സങ്കടത്തിലാണ്. അത്രക്കും പരിതാപകരമാണല്ലോ കാര്യങ്ങൾ. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ആനക്കാണെങ്കിൽ ആ ദിവസം രാത്രി എത്ര കിടന്നിട്ടും ഉറക്കം വരാത്തത് കൊണ്ട് അടുക്കളയിൽ പാലെടുത്ത് കുടിക്കാൻ പോകുന്നു. അന്നേരം സാരയുടെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം ഇവൾ കേൾക്കുകയാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആന പോയി നോക്കുമ്പോൾ കാണുന്നത് സാര കണ്ണ് തുറന്നതാണ്. പെട്ടെന്ന് അത് കണ്ടതുകൊണ്ട് ആന അങ്ങ് ഷോക്കാകുന്നു. കണ്ണ് തുറന്നെങ്കിലും സാരക്ക് അനക്കമൊന്നും ഉണ്ടാകില്ല. സംഭവം സാര വെജിറ്റേറിയൻ സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അവൾക്ക് കണ്ണ് തുറക്കാനൊക്കെ പറ്റും. എന്നാൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ശേഷം ആന സാരയുടെ കണ്ണുകൾ മെല്ലെ അടക്കാൻ നോക്കുമ്പോൾ സാര തന്നെ അവളുടെ കണ്ണങ്ങ് അടക്കുന്നു. പിന്നെ ആന നോക്കുമ്പോൾ അവൾ ഉണ്ടാവുക സാരയുടെ റൂമിലായിരിക്കില്ല, പകരം ആ വീട്ടിലെ ഹാളിലായിരിക്കും. ചേട്ടാ, ഇതെങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നാ ഇവൾ കരുതുന്നേ? അല്ല, ഇത്ര നേരം അവിടെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അന്നേരം ഇവൾ നോക്കുമ്പോൾ കാണുന്നത് ആരോ രക്തത്തിൽ കുളിച്ച കാലുകൾ കൊണ്ട് സാരയുടെ റൂമിലേക്ക് പോയ കാൽപ്പാടുകളാണ്. ശേഷം ആന സാരയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് നേരത്തെ ഇവൾ കുടിച്ച പാലിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയതായിരിക്കും. അവിടെ തന്നെ ഒരുപാട് ചോരയുമുണ്ട്. അപ്പൊ അത് വേറെ ആരുടെയും ബ്ലഡ് ആയിരുന്നില്ല, ഇവളുടെ തന്നെയായിരുന്നു. ഇവൾ ആ ബ്ലഡും കൊണ്ട് നടന്ന കാൽപ്പാടുകളാണ് ഇപ്പൊ കണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചു? ഇനി താൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ഇവളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ശേഷം ഇവൾ സ്ലീപ്പ് വാക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഇന്റർനെറ്റിൽ നോക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉറക്കത്തിൽ നടക്കുമെന്നും ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടി വീണു പോയേക്കാം, അങ്ങനെ മുറിവും പറ്റിയേക്കാം. ഇങ്ങനെ ഉറക്കത്തെ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇവൾ കാണുന്നു. അതുപോലെ ഇതിന്റെ കാരണം എന്താണെന്ന് ഇവൾ നോക്കുമ്പോൾ പ്രധാനമായും നമ്മളുടെ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കത്തിന്റെ സമയമാറ്റം, അതും അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ഒക്കെ ആകാമെന്നൊക്കെ അതിൽ കാണുന്നു. അതൊക്കെ വായിച്ചപ്പോൾ തനിക്കും സ്ലീപ്പ് വാക്കിംഗ് പ്രോബ്ലം ഉണ്ടെന്ന് ഇവക്ക് മനസ്സിലാവുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ഓഗസ്റ്റീൻ വർക്ക് ചെയ്യുന്നിടത്തേക്ക് ആന പോവുകയാണ്. അവൻ ഒരു സ്കൾപ്റ്റർ ആണ്. ഇവർക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അത് തന്നെയാണ് ഇവന്റെ ആർട്ട് സ്റ്റുഡിയോയും. ഇവൻ അവിടെ ഒരുപാട് ആർട്ട് വർക്ക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്.
ഒപ്പം സാരയുടെ സ്റ്റാച്യൂവും അവിടെയുണ്ട്. ആനക്കാണെങ്കിൽ അതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നേരം ഓഗസ്റ്റിൻ അവളോട്, നിനക്ക് ഇന്നലെ രാത്രി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നോ? അല്ല, വീടിന്റെ ഹാളിൽ ഞാൻ ബ്ലഡ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അത് ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ കാല് മുറിഞ്ഞു. ഞാനാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും മറന്നു എന്ന് ഇവൾ പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇവളുടെ മുഖത്തെ പേടിയും പല ഭാവമാറ്റങ്ങളും മിന്നി മറിഞ്ഞു പോകുന്നത് കണ്ട് ഓഗസ്റ്റിൻ, ആന നീ ഓക്കെ അല്ലേ? ഇവിടെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അവൾ ഓക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ഓർത്ത് ഇവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയം കയറിയിട്ടുണ്ട്. അവിടുന്ന് കേട്ടിട്ട് അടുത്ത ഷോട്ടിൽ ആന അവളുടെ ചേച്ചിയായ മാർത്തയോട് തനിക്കിങ്ങനെ ഉറക്കത്തെ എഴുന്നേറ്റ് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. മാർത്തയ്ക്ക് അതൊക്കെ കേട്ട് ചിരിയും വരുന്നുണ്ട്. അവളൊരു സ്റ്റിക്കർ റിപ്ലൈ ആയിട്ട് കൊടുക്കുകയാണ്. ശേഷം ആന സാരയുടെ റൂമിൽ കയറിയിട്ട് അവളുടെ ബുക്കൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് അതിലൊരു ബുക്കിലെ സ്റ്റോറി ആനക്ക് അവൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നു. ആ നേരത്ത് ഓഗസ്റ്റിൻ വന്ന് ആനയോട് സാര ഇങ്ങനെ അവന് ഒരുപാട് ബുക്ക് വായിച്ചു കൊടുക്കാറുണ്ടെന്നും സാരയ്ക്ക് ബുക്കൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. അവിടുന്ന് കേട്ടിട്ട് കഴിഞ്ഞ ദിവസം പോലെ ആനയ്ക്ക് എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവസാനം അവൾ എഴുന്നേറ്റ് റൂമിന്റെ പുറത്തിറങ്ങുന്നു. പുറത്താണെങ്കിൽ നല്ല മഴയുമായിരിക്കും. ശേഷം അവൾ തിരിച്ച് അവളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സാരയുടെ റൂമിൽ നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം ഇവളുടെ ശ്രദ്ധയിൽ പെടുകയാണ്. അതാരാണെന്ന് നോക്കാൻ വേണ്ടി ഇവൾ പോകാൻ നോക്കുമ്പോൾ ആരോ സാരയുടെ റൂമിലൂടെ നടന്നു പോകുന്നത് ഇവൾ കാണുന്നു. ഇവക്കാണെങ്കിൽ പേടിയും വരുന്നുണ്ട്. അല്ല, ഈ സമയത്ത് ഇതാരാ? അവസാനം എങ്ങനെയോ ഉള്ള ധൈര്യം സംഭരിച്ച് ഇനി കള്ളനോ മറ്റോ ആണെന്ന് കരുതി അവിടെ കിടക്കുന്ന മെറ്റൽ കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു ആർട്ട് പീസും എടുത്ത് സാരയുടെ റൂമിലേക്ക് അവൾ ചെല്ലുന്നു. അന്നേരം കാണുന്ന കാഴ്ച ഒരു വയസ്സായ സ്ത്രീ സാരയോട് അവളെ ബെഡിൽ നിന്ന് വീൽ ചെയറിലാക്കിയിട്ട്, പേടിക്കണ്ട, ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നതാണ്. ഇവൾ വേഗം പോയി ആ സ്ത്രീയോട്, ഹലോ നിങ്ങൾ ആരാ, എന്താ ഈ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇത് വേറെ ആരുമല്ല, സാരയുടെ അമ്മയാണ്. സാരയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അവർ. ഞാൻ സാരയെ നോക്കാനാണ് ഇവിടെ വന്നത്. ഞാൻ അവളെ നന്നായി നോക്കിക്കോളാം. നിങ്ങൾ അവളെ ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ഇവൾ പരമാവധി ആ സ്ത്രീയെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ അവർ അമ്പിനോടും വില്ലിനോടും അടുക്കാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആന ആ റൂമിന്റെ വാതിലങ്ങ് അടക്കുന്നു. ഇവരുടെ ഈ ബഹളം കേട്ട് ഓഗസ്റ്റിൻ അവിടെ എത്തുന്നു. ആന കാര്യങ്ങളൊക്കെ അവനോട് പറയുകയാണ്. അതോടെ ഓഗസ്റ്റിൻ ആ സ്ത്രീയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇവിടുന്ന് പോ എന്ന് പറയുന്നു. ഇല്ല എന്ന് പറഞ്ഞ് അവർ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഓഗസ്റ്റിൻ അവസാനം അവരെ പിടിച്ചങ്ങ് പുറത്താക്കുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ സാരയുടെ അമ്മ സാരയെ ഓഗസ്റ്റിൻ മര്യാദയ്ക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ കസ്റ്റഡിക്ക് ആവശ്യപ്പെട്ട് കോർട്ടിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വന്ന് സാരയുടെ അമ്മ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നൊക്കെ നോക്കാൻ പോവുകയാണെന്നും ഈ കാര്യത്തിൽ നിന്നെ ഇനി സഹായിക്കാൻ പറ്റുന്നത് ആനയ്ക്കാണെന്നും ഓഗസ്റ്റിന്റെ ലോയർ അവനോട് പറയുന്നു. കാരണം ആന കാണുന്നതാണല്ലോ ഓഗസ്റ്റിൻ എത്ര നല്ല രീതിയിലാ സാരയെ നോക്കുന്നതെന്ന്. ഇതൊക്കെ കേട്ട് ആന ഓഗസ്റ്റിനോട് സാരയുടെ അമ്മയെ ഉദ്ദേശിക്കൊണ്ട് ഇനി ആ സ്ത്രീ വീണ്ടും ഇവിടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി എന്തായാലും വരില്ല. ഞാൻ ആ ഡോറിന്റെ ലോക്ക് മാറ്റിയിട്ടുണ്ട്. സാറ പണ്ടെങ്ങാനും വീടിന്റെ ചാവി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആകാം അവർ ഇന്നലെ ഇതിന്റെ അകത്ത് കയറിയതെന്ന് ഓഗസ്റ്റിൻ പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് സാറയെ കുളിപ്പിച്ച് ആന അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാര തുറന്നു നോക്കുമ്പോൾ അവൾ അവിടെ സാരയുടെ ഒരുപാട് നല്ല നല്ല ഡ്രസ്സുകൾ കാണുകയാണ്. ഇതൊക്കെ കണ്ട് ഇവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊന്ന് ധരിച്ചു നോക്കാനും അവൾക്ക് ആഗ്രഹം തോന്നുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പറ്റില്ലല്ലോ. ശേഷം എന്നത്തെയും പോലെ തന്നെ സാരയ്ക്ക് ആന ബുക്ക് വായിച്ചു കൊടുക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ അങ്ങോട്ടേക്ക് പോകണോ വേണ്ടയോ എന്ന രീതിയിൽ പരിങ്ങി കളിക്കുകയാണ്. അത് ശ്രദ്ധയിൽപ്പെട്ട ആന അവരോട്, അല്ല നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നേ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നു. സത്യത്തിൽ അവർ ചേച്ചിയും അനിയത്തിയുമാണ്. അനിയത്തി പെണ്ണി ചേച്ചിയോട് ഏയ് വേണ്ട വേണ്ട, അങ്ങോട്ടേക്ക് പോകണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും ചേച്ചി പെണ്ണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആനയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ ചേച്ചി പെണ്ണിനെ മനസ്സിലായോ? സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവരെ കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവളാണ് ഇവൾ. അപ്പൊ മൂത്ത പെൺകുട്ടി ആനയോട് സാറെ ഉദ്ദേശിക്കൊണ്ട് ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ അവർക്ക് കേൾക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. കേൾക്കും, പക്ഷേ അവളുടേതായ രീതിയിൽ എന്ന് മാത്രമെന്ന് ആനയും. ഇവർക്ക് നടക്കാൻ പറ്റുമോ എന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ആന പറയുന്നു. അതൊക്കെ കേട്ട് ആ പെൺകുട്ടി അനിയത്തി പെണ്ണിനോട്, കണ്ടോ അവർക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി സാറ് എഴുന്നേറ്റ് നടക്കുന്നത് അനിയത്തി പെണ്ണ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ചേച്ചി അറിയിച്ചപ്പോൾ ചേച്ചി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇപ്പൊ ഇവിടേക്ക് വന്നത്.
പക്ഷെ അപ്പോഴും അനിയത്തി ഞാൻ കണ്ടത് സത്യമാണെന്ന് തന്നെ പറയുകയാണ്. ആ 2 പെൺകുട്ടികൾക്കും സാറ ഇനി രാത്രി വന്ന് അവരെ പിടിച്ചുകൊണ്ടു പോകുമോ, അവരെന്തേലും ചെയ്യുമോ എന്നൊക്കെ പേടിയുണ്ട്. അത് മനസ്സിലാക്കിയ ആന സാരി ആരെയും ഉപദ്രവിക്കില്ല, അവൾ ഒരു പാവമാണെന്ന് പറയുന്നു. അന്നേരം ആ കുട്ടികൾ എന്തോ കണ്ടു പേടിച്ച് അവിടുന്ന് ഓടിപ്പോവുകയാണ്. ആനക്കാണെങ്കിലോ ഇവർക്കിതെന്താ പറ്റിയതെന്നും മനസ്സിലാകില്ല. തുടർന്ന് ഇവൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വീൽ ചെയറിൽ മുന്നോട്ട് വന്ന സാറയാണ്. അപ്പൊ ഇത് കണ്ടാണ് പിള്ളേരിപ്പോ ഓടിപ്പോയത്. ആനക്കാണെങ്കിലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കൺഫ്യൂഷൻ വരികയാണ്. അവൾ മെല്ലെ സാരയുടെ അടുത്ത് പോയി, സാറ നീ ഇതെങ്ങനെ ഇവിടേക്ക് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് സാരയുടെ കണ്ണ് തുറക്കുന്നു. അന്നേരം മുമ്പ് ഉണ്ടായിരുന്നത് പോലെ തന്നെ ആന കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവൾ സാരയുടെ അടുത്തായിരിക്കില്ല, പകരം ഓഗസ്റ്റിന്റെ കാറിലായിരിക്കും. ഇവക്കാണെങ്കിൽ എങ്ങനെ ഞാൻ ഇവിടെ എത്തി, ഇതെന്താ സംഭവിക്കുന്നേ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ശേഷം ഇനി സാറ കണ്ണ് തുറക്കുന്നത് കൊണ്ട് മാത്രമാണോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ എന്ന് കരുതി വേഗം സാരയുടെ അടുത്ത് പോയിട്ട് അവളുടെ കണ്ണൊക്കെ പിടിച്ച് അങ്ങ് നോക്കുകയാണ്. പക്ഷെ ഒന്നും സംഭവിക്കില്ല. തനിക്ക് സ്ലീപ്പ് വാക്കിംഗ് പ്രോബ്ലം കൂടി വരികയാണെന്ന് ഇവക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പേടിച്ച് ഇവൾ സാറയും കൂട്ടിയിട്ട് വീടിന്റെ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഇവളിങ്ങനെ പേടിച്ചിരിക്കുന്നത് കണ്ട് ഓഗസ്റ്റിൻ അവളോട് നിനക്കിതെന്ത് പറ്റി, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ഓക്കെയാണ്, അല്ല ഇവിടെ പുറത്ത് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ ഇവളെയും കൂട്ടി അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു എന്ന് ഇവൾ പറയുന്നു. അത് കേട്ട് ഓഗസ്റ്റിൻ എനിക്ക് നിന്നെ ഒരു കാര്യം കാണിച്ചു തരാനുണ്ട്, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾക്കൊരു സൈക്കിൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് കണ്ട് ഇവക്ക് നല്ല സന്തോഷമാകുന്നു. ഇവക്ക് അങ്ങനെ സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ലല്ലോ. അപ്പൊ എവിടെയെങ്കിലും ഇനി അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ ഇവക്ക് ഇതും എടുത്തുകൊണ്ട് പോകാമല്ലോ. അങ്ങനെ അവൾ അവളുടെ ഈ സ്ലീപ്പ് വാക്കിംഗ് പ്രോബ്ലത്തിന് കാരണം അവളുടെ ബോഡി ടയർഡ് ആയതുകൊണ്ടാണോ എന്ന് കരുതി അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അയൺ ടാബ്ലറ്റ് വാങ്ങുന്നു. ശേഷം അവൾ മാർത്തയ്ക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. ഇവക്ക് സാര കണ്ണ് തുറക്കുമ്പോൾ താൻ വേറെ ഇടത്ത് എത്തുന്ന കാര്യം തുറന്നു പറയണമെന്നൊക്കെയുണ്ട്. ബട്ട് ഇനിയിപ്പോൾ തുറന്നു പറഞ്ഞാൽ തന്നെ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഇവളുടെ കയ്യിൽ ഉത്തരവുമില്ല. അവസാനം ഇവൾക്ക് വട്ടാണെന്നേ മാർത്ത വിചാരിക്കുകയുള്ളൂ. അവിടുന്ന് കേട്ടായിട്ട് സാരയുടെ അലമാരയിൽ നിന്ന് ആന അവളുടെ സ്കാർഫൊക്കെ എടുത്ത് ധരിച്ചു നോക്കുന്നു. ഇവക്ക് ഓൾറെഡി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. പെട്ടെന്ന് ഓഗസ്റ്റിൻ വന്ന അവളോട് സാരയ്ക്ക് നല്ല ഡ്രസ്സിങ് സെൻസ് ആണ്, നിനക്ക് വേണമെങ്കിൽ നീ അതൊക്കെ എടുത്തോ, ഇവിടെ ഇനി ആര് ധരിക്കാനാ ഇതൊക്കെ, സാരയാണെങ്കിൽ ഈ അവസ്ഥയിലും ആയില്ലേ എന്ന് പറയുന്നു. അത് കേട്ട് ഇവൾക്കും നല്ല സന്തോഷമാകുന്നു. അവിടെ നിന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ സോഷ്യൽ സർവീസിൽ നിന്ന് ആളുകൾ ഓഗസ്റ്റിന്റെ വീട്ടിലേക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വരുന്നതായിരിക്കും കാണിക്കുന്നേ. ശേഷം ഓഗസ്റ്റിനെ അവിടുന്ന് മാറ്റി അവർ ആനയോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുന്നു. ഞാനിവിടെ വന്ന സമയത്ത് വിചാരിച്ചത് സാറെ മുമ്പ് ഒരുപാട് നഴ്സുമാർ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാ, എന്നാൽ ഇത്ര കാലം അവളെ ശ്രദ്ധിച്ചത് ഓഗസ്റ്റിനായിരുന്നു എന്ന് പിന്നീടാ എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഓഗസ്റ്റിൻ എങ്ങനെയാ സാറേ നോക്കുന്നതെന്ന്. അതുകൊണ്ട് ഓഗസ്റ്റിനെതിരെയുള്ള അലിഗേഷൻസ് ഒക്കെ തെറ്റാണെന്ന് ഇവൾ പറയുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അവർ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ എപ്പോഴത്തെയും പോലെ തന്നെ സാറ ആനയ്ക്ക് ബുക്ക് വായിച്ച് കൊടുക്കുന്നതാണ് കാണിക്കുക. അന്നേരം ഓഗസ്റ്റിൻ അവിടെ വരുന്നു. അവന്റെ മുഖത്താണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്, കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ. സാറെ വിട്ടുകൊടുക്കാനും അവന് താല്പര്യമില്ല. കാരണം അവൻ സാറെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച ആന അവനോട് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കേസിന്റെ വിധി അനുകൂലമായി വന്നാലും പ്രതികൂലമായി വന്നാലും എല്ലാം ഇതോടെ അവസാനിക്കുമല്ലോ എന്ന് മറുപടി കൊടുത്ത് അവൻ അവിടുന്ന് പോകുന്നു. ഓഗസ്റ്റിൻ അവിടുന്ന് പോയതിനു ശേഷം കണ്ണു തുറക്കുമ്പോൾ ആനയുണ്ടാവുക ഓഗസ്റ്റിന്റെ കാറിലായിരിക്കും. അതും പാതിരാത്രി നടു റോട്ടിൽ വണ്ടികൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ഇവക്കൊരു ഐഡിയ ഉണ്ടാകില്ല. കുറച്ചു സമയം മുമ്പ് വരെ രാവിലെയായിരുന്നു. ഇതെങ്ങനെ ഒന്ന് കണ്ണു തുറക്കുമ്പോൾ രാത്രിയായതെന്ന് ഇവക്ക് പിടികിട്ടത്തില്ല. പെട്ടെന്ന് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി ഇവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. ഇടിച്ചു ഇടിച്ചില്ല എന്ന രീതിയിൽ എത്തുമ്പോഴേക്കും ഇവൾ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് തിരിക്കുന്നു. ആനക്കാണെങ്കിൽ താൻ എങ്ങനെ ഈ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് നടു റോട്ടിൽ ഈ കാറിന്റെ അകത്ത് വന്നു, ആരെത്തിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ആകെ വട്ടുപിടിക്കുന്നുണ്ട്. ശേഷം ഇവൾ ഉടനെ വീട്ടിലേക്ക് പോകുന്നു. അന്നേരം ഇവൾ നേരത്തെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയായിരുന്നോ സാറ ഉണ്ടായിരുന്നത് അവളെ തന്നെ സാറ ഇരുന്നിട്ടുണ്ടാകും. ഉടനെ അവൾ സാറയും കൂട്ടി വീടിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് സമയം കളയാതെ മാർത്തയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. മാർത്തയ്ക്കാണെങ്കിലോ അവൾ പറയുന്നതൊന്നും മനസ്സിലാകില്ല. നീ നിന്റെ ആ ഉറക്കത്തെ എഴുന്നേറ്റ് നടക്കുന്നതിന്റെ മരുന്ന് കുടിച്ചിട്ടില്ലേ എന്നായിരിക്കും മാർത്ത ചോദിക്കുക. എടി ഇത് അത് കാരണമല്ല, ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നീ ഇത് എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ചിലപ്പോൾ വട്ടാണെന്ന് വരെ നീ വിചാരിക്കാം, പക്ഷെ സത്യം ഇതാണെന്ന് ആന പറയുന്നു. മാർത്തയാണെങ്കിൽ ഇവൾ എന്തൊക്കെയോ മണ്ടത്തരം വിളിച്ച് പറയുന്നേ എന്നാണ് വിചാരിക്കുക. അങ്ങനെ അവൾ ഇതിനെപ്പറ്റിയൊക്കെ ഇന്റർനെറ്റിൽ നോക്കുന്നു, ഇനി വല്ല ആത്മാവിന്റെ ശല്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി.
പിന്നെ അറിയാതെ അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുകയാണ്. ശേഷം രാവിലെയാകുന്നു. ആന പെട്ടെന്ന് ഓഗസ്റ്റിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി പോകുകയാണ്. അപ്പോഴായിരിക്കും ഓഗസ്റ്റിൻ കേസ് ജയിച്ചു എന്നും ഇനി സാറ അവന്റെ കൂടെ തന്നെ ആയിരിക്കുമെന്നും ഇത് നമുക്ക് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. എങ്കിൽ നമുക്ക് പുറത്തു പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ആന പറയുമ്പോൾ, എന്തിനു പുറത്തു പോകണം? ഞാൻ നന്നായി കുക്ക് ചെയ്യും, നമുക്ക് ഇവിടുന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അവനും. എങ്കിൽ ഞാൻ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആന അവിടുത്തെ ഗ്രോസറി ഷോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ അവൾ അവിടെ പോയ സമയത്ത് ആന അന്ന് കണ്ട ആ 2 പെൺകുട്ടികളെ അവിടെ വെച്ച് കാണാനിടയാകുന്നു. അവരെ കണ്ട ആന, അല്ല നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ അമ്മയായ മനുവേല അവിടെ എത്തുന്നു. എന്നിട്ട് ആനയോട്, ഇതെന്റെ മക്കളാണ്, അന്ന് സാര എഴുന്നേറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞതിൽ ഞാൻ ഇവർക്ക് നല്ല വഴക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിലെ എല്ലാ പിള്ളേരും സാറ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ അറിഞ്ഞതിന് ശേഷം പേടിച്ചിട്ടാണുള്ളത്. സാറ അവരെ പിടിച്ചു കൊണ്ടുപോകുമോ എന്നൊക്കെ വിചാരിച്ച്. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഓഗസ്റ്റിൻ സാരയെ നോക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരുമെന്ന്. സാധാരണ അവൻ ആരെയും അടുപ്പിക്കാത്തതാണ്. ഓഗസ്റ്റിന് നന്നായി പരിചയമുണ്ടോ എന്നൊക്കെ അത് കേട്ട് ആന ചോദിക്കുമ്പോൾ, അറിയാം, ശരിക്കും അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സാറ വന്നതിന് ശേഷമാണ് അവൻ ഒരുപാട് മാറിയതെന്ന് മനുവേല പറയുന്നു. അത് കേട്ട് ആനക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവൾ കാര്യം എന്താണെന്ന് ചോദിക്കാനും പോയില്ല. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അന്ന് രാത്രി ഓഗസ്റ്റിനും ആനയും വൈനൊക്കെ കുടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈം ആന ഓഗസ്റ്റിനെ കിസ് ചെയ്യാൻ നോക്കുന്നു. അവൾക്ക് അവനെ ഇഷ്ടമാകാൻ തുടങ്ങി. സാറയെ മറന്നുള്ള ഒരു കാര്യം വേണ്ട എന്നാണ് അവന്. അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ആനയ്ക്ക് പിന്നീട് അവനെ ഫേസ് ചെയ്യാനുള്ള മടി തോന്നുകയാണ്. അതോടെ അവൾ അവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നു. ശേഷം അവളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുചെന്നാക്കാൻ അവനും അവളുടെ കൂടെ പോകുന്നു. ശരിക്കും ഇവനും ആനയോട് ചെറിയൊരു ഇഷ്ടമൊക്കെയുണ്ട്. അവൾ ഇവിടുന്ന് പോകുന്നതിനോടൊന്നും അവന് ആഗ്രഹമില്ല. എന്നാൽ സാരയെ മറന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവന്. അങ്ങനെ അവസാനം അവൻ അവളോട് നീ ഇവിടുന്ന് പോകരുതെന്ന് കരഞ്ഞു പറഞ്ഞ് കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. പിന്നീട് ഇവർ കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നു, പിരിയാൻ പറ്റാത്ത വിധം. അടുത്ത ഷോട്ടിൽ ആന കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഓഗസ്റ്റിൻ അവളുടെ കൈയും കാലും പിടിച്ചു വെച്ച് ആന നീ ഇതെന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതാണ്. അവൾക്ക് തന്നെ അവൾ എന്താ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ഗ്ലാസിന്റെ കഷ്ണവും ഉണ്ട്. ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഓഗസ്റ്റിന്റെ കയ്യിലൊക്കെ മുറിവും ഉണ്ടായിട്ടുണ്ട്. ഇവള് കാരണമാണ് ഓഗസ്റ്റിന്റെ കയ്യിലൊക്കെ മുറിവ് ഉണ്ടായതെന്ന് ഇവക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിനക്ക് നടന്നതിനെ പറ്റി വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ റൂമിൽ ഇരിക്കുകയായിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് അവളും പറയുന്നു. ഇതിനെല്ലാം കാരണം സാരയാണെന്ന് ഇവക്ക് മനസ്സിലാകുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഈ പ്രശ്നം. ശേഷം അവൾ വേഗം സാരയുടെ അടുത്ത് പോയി നീയാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അന്നേരം സാരയുടെ കണ്ണ് വീണ്ടും തുറക്കുന്നു. ആന കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവൾ ആ വീടിന്റെ പുറത്തായിരിക്കും. ഇവക്കാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട്. ആളെ കളിപ്പിക്കുന്നതിൽ ഒരു പരിധിയില്ലേ. ആന വേഗം പോയി സാരയുടെ അടുത്ത് ചെന്ന് നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറയുന്നു. അപ്പോഴും വീണ്ടും സാരയുടെ കണ്ണു തുറക്കുന്നു. ആന വീണ്ടും ആ വീടിന് പുറത്താകുന്നു. ഇതെന്ത് മറിമായം. ആന ഒന്നും നോക്കില്ല. വീണ്ടും ഈ കാര്യം ചോദിക്കാൻ വേണ്ടി സാരയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓഗസ്റ്റിൻ ഉണ്ടാകും. ഓഗസ്റ്റിൻ അവളോട് ആന നീ ഇപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ സാരക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട് നിനക്ക് ഇതുവരെ തോന്നിയില്ലേ? ഞാൻ ഈ വീട്ടിൽ വന്നപ്പം മുതലേ തുടങ്ങിയതാണ് ഓരോ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ ആക്സിഡന്റ് പറ്റി മരിക്കേണ്ടതായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവൾ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നു. ഓഗസ്റ്റിനാണെങ്കിൽ ഇവൾ വട്ടു പറയുന്നതാണെന്നേ ചിന്തിക്കുകയുള്ളൂ. അല്ല ഇതിപ്പോ ആര് കേട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ചിന്തിക്കുക. ആരെങ്കിലും വിശ്വസിക്കുമോ ഇങ്ങനെ പെട്ടെന്നൊരാൾ വന്ന് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുമ്പോ? അങ്ങനെ അവൻ ആന നീ ഒരു ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും, മേ ബി നിനക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും, അതുകൊണ്ടാകാം നിനക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് അവൻ പറയുന്നു. ഇല്ല എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കല്ല, ദാ ഈ സാറക്കാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ അപ്പോൾ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ നീയും സാറയെ പറ്റി ഇതുപോലെയാണോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? വാട്ടെവർ, നീ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കേട്ടായിട്ട് അങ്ങനെ ഓഗസ്റ്റിൻ പറഞ്ഞതുപോലെ തന്നെ അവൾ ഡോക്ടറിനെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോകുന്നു. അന്നേരം മെഡിക്കൽ സ്റ്റോറിലെ സ്ത്രീയോട് മുമ്പ് ഓഗസ്റ്റിന്റെ വീട്ടിൽ വർക്ക് ചെയ്ത് നിയവസ് എന്ന് പറഞ്ഞ സ്ത്രീയില്ലേ, അവരുടെ നമ്പർ കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ നിയവസ് മുമ്പ് ഈ ഫാർമസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീ നിയവസിന്റെ നമ്പർ ആനക്ക് കൊടുക്കുന്നു. അവിടുന്ന് കേട്ടായിട്ട് ഓഗസ്റ്റിൻ സാറയുടെ ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആന പോയി അവനോട് റൊമാൻറ്റിക് ആകാൻ നോക്കുന്നു. എന്നാൽ ഓഗസ്റ്റിന് അതിനോടൊന്നും താല്പര്യമുണ്ടാകില്ല. കാരണം ഒന്നാമത് അവൻ ഇപ്പോൾ സാരയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്.
ആന ഇഷ്ടമാണെങ്കിലും അവന്റെ ഉള്ളിൽ ഇപ്പോഴും എവിടെയൊക്കെയായിട്ട് സാരയുണ്ട്. ആനക്കാണെങ്കിലോ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ അപ്പൊ തന്നെ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ആന അവനോട്, നമ്മളുടെ റിലേഷൻ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറയുന്നു. അല്ല, അതുകൊണ്ടല്ല എന്ന് അവനും, സാറയാണ് നിന്റെ പ്രശ്നമെങ്കിൽ നോക്ക്, അവൾ ഒരിക്കലും ഇനി സാധാരണ ജീവിതത്തിൽ മടങ്ങി വരില്ല. നീ അതൊന്നും മനസ്സിലാക്ക് എന്ന് അവൾ പറയുമ്പോൾ എനിക്കത് അറിയില്ല എന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് നന്നായി അറിയാം അവൾ ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന്. പക്ഷെ നീ തന്നെ നോക്ക്, അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവളെ അങ്ങനെ ഒഴിവാക്കാനാകില്ല എന്ന് അവനും. അത് കേട്ട് ആന അവൾ മുമ്പ് ഗ്രോസറി ഷോപ്പിൽ പോയ സമയത്ത് മനുവേല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓഗസ്റ്റിന് ഇപ്പോൾ പഴയതുപോലെയല്ല, സാറ വന്നതിന് ശേഷമാണ് ഇവ മാറിയത് എന്നുള്ളതൊക്കെ. ആ കാര്യമൊക്കെ ഇവൾ ഇവിടെ പറയുന്നു. അപ്പൊ നീ ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ? അവർക്കോ നിനക്കോ ആർക്കും എന്നെയും എന്റെ ഭാര്യയും പറ്റി അറിയില്ല. ആളുകൾ ഓരോന്നും പറഞ്ഞ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ പുറത്തു പോയി വീട്ടിൽ വരുന്ന ഓഗസ്റ്റിൻ കാണുന്നത് സാരിയുടെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആനയാണ്. ആനക്കാണെങ്കിൽ അവളിൽ നിന്ന് ഓഗസ്റ്റിൻ അകന്നു പോകുമോ എന്നുള്ള ഭയമൊക്കെയുണ്ട്. ഈ വേഷത്തിൽ തന്നെ കണ്ടാൽ ഓഗസ്റ്റിന് ഇവളോടുള്ള സ്നേഹം കൂടിയാലോ എന്ന് വെച്ചാണ് ഇവൾ ഇങ്ങനെ ചെയ്തത്. അവൾ വിചാരിച്ചതുപോലെ തന്നെ അവൻ അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവർ വീണ്ടും കൂടുതൽ അടുക്കുന്നു. അവനുമായിട്ട് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ആന മാർത്തയെ വിളിക്കാതായി, അവളുടെ പഠിത്തവും ശ്രദ്ധിക്കാതായി. ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ അവളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. ആനയുടെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് അവസാനം മാർത്ത ആനയെ കാണാൻ വേണ്ടി വരുന്നു. ശേഷം നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് ആനയോട് മാർത്ത ചോദിക്കുമ്പോൾ നന്നായി പോകുന്നു എന്ന് അവൾ കള്ളം പറയുന്നു. മാർത്തയ്ക്ക് ആനയുടെയും ഓഗസ്റ്റിന്റെയും പെരുമാറ്റം കാണുമ്പോൾ തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളി നടക്കുന്നുണ്ടെന്ന് പിടികിട്ടുകയാണ്. സാറയുണ്ടായിട്ടും ഇവരിങ്ങനെ റിലേഷൻഷിപ്പ് ആയതിൽ മാർത്തയ്ക്ക് ഒട്ടും പിടിക്കത്തില്ല. അങ്ങനെ അവൾ ആനയോട്, നിനക്കിതെന്താ പറ്റിയത്? ഒരാഴ്ചയായി നിന്റെ ഒരു വിവരവുമില്ലല്ലോ. ഇവിടെ വന്ന് നോക്കിയപ്പോഴല്ലേ എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായത്. നോക്ക്, അവന്റെ ഭാര്യ സാറ ഇപ്പോഴും ജീവനോടെയുണ്ട്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ എങ്ങനെയാ റിലേഷൻഷിപ്പ് ആയതെന്ന് ചോദിക്കുമ്പോൾ സാറയുള്ളതും ഇല്ലാത്തതുമൊക്കെ ഒരുപോലെയാണ്. ഓഗസ്റ്റിന് എന്നെയും എനിക്ക് അവനെയും ഇഷ്ടമാണ്. അതുകൊണ്ട് നീ അധികം ഡയലോഗ് അടിക്കണ്ട എന്ന് പറഞ്ഞ് ആന മാർത്തയോട് അവിടുന്ന് പോകാൻ പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് ആന സാരയുടെ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് എന്തോ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് ഇവൾ പോയി നോക്കുമ്പോൾ വേറൊന്നും ആയിരിക്കില്ല, സാരയുടെ പെയിന്റിംഗ് താഴെ വീണതായിരിക്കും. പിന്നീട് ഇവളുടെ റൂമിൽ പോയിട്ട് ഇന്റർനെറ്റിൽ സാരയെ പറ്റി സെർച്ച് ചെയ്യുന്നു. അതിൽ സാരയുടെ പെയിന്റിങ്സിന്റെ ലാസ്റ്റ് എക്സിബിഷൻ നടന്നത് 2017 എന്നും പിന്നീട് 2018 സാരയുടെ ഒരു വിവരവും ഇല്ലാതായി അവൾ പബ്ലിക്കിൽ പിന്നെ വന്നില്ല എന്നും അതിനുശേഷം അവൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കി കോമയിലായി എന്നൊക്കെ കാണുന്നു. അങ്ങനെ സാരയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആന അവിടെ മുമ്പ് വർക്ക് ചെയ്ത് നിയവസിനെ വിളിക്കുന്നു. എന്നാൽ അവരെ കിട്ടത്തില്ല. അവസാനം, എന്റെ പേര് ആന, ഞാനിപ്പോൾ നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത ഓഗസ്റ്റിന്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ് ഒരു വോയിസ് മെയിൽ അയക്കുന്നു. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ഇവൾ മനുവേലയുടെ അടുത്ത് പോയിട്ട് സാരയുടെയും ഓഗസ്റ്റിനെയും പറ്റുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പെട്ടെന്ന് അവർ ആരോടും മിണ്ടാതായി, അധികം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി. ഒരിക്കൽ ഡിന്നറിന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒത്തുകൂടിയപ്പോൾ സാര ഓഗസ്റ്റിനോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ച് വൻ സീനാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ നമ്മളോട് ഒട്ടും മിണ്ടാതായി. ഞങ്ങളും പിന്നീട് അവരോട് സംസാരിക്കാൻ പോയില്ല. പക്ഷെ അന്ന് സാര ഓഗസ്റ്റിനോട് ദേഷ്യപ്പെട്ട ആ ദിവസം ഓഗസ്റ്റിൻ എന്നെ വിളിച്ച് സാരയുടെ ഈ പെരുമാറ്റത്തെ പറ്റിയൊക്കെ പറഞ്ഞ് കുറെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ കാരണം അവൻ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. അവളൊന്നും മരിച്ചു കിട്ടിയാൽ മതിയെന്നേ എനിക്കുള്ളൂ എന്ന് മനുവേല പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് ആന തിരിച്ച് വീട്ടിലെത്തുന്നു. അവൾ മെല്ലെ വിൻഡോയിലൂടെ സാരയെ നോക്കുമ്പോൾ സാരയുടെ കണ്ണ് പെട്ടെന്ന് തുറക്കുന്നു. പതിവ് പോലെ തന്നെ ഇവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഇവൾ ആ വീട്ടിലെ പെയിന്റിങ്സ് ഒക്കെ ഉള്ള റൂമിലായിരിക്കും. ഇവളുടെ കയ്യിൽ പെയിന്റ് ബ്രഷും ഉണ്ട്. അവിടുത്തെ ക്യാൻവാസിൽ അവൾ എന്തോ വരക്കാനും നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് ഇവക്ക് മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും ഇതിന് പിന്നിലുള്ള ലോജിക്ക് മാത്രം ഇവക്ക് പിടികിട്ടുന്നില്ല. അവിടുന്ന് കേട്ടായിട്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആന തലകറങ്ങി വീഴുന്നു. അങ്ങനെ ഓഗസ്റ്റിൻ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോധം വന്ന അവൾ അവനോട് തനിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. അപ്പോഴായിരിക്കും ഇവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഓഗസ്റ്റിൻ പറയുന്നേ. അത് കേട്ട് ആനക്ക് പേടി വരുന്നുണ്ട്. കാരണം സാര കാരണം ആന ഓൾറെഡി ബുദ്ധിമുട്ടിലാണ്. അതിന്റെ കൂടെ ഇനി കുഞ്ഞിനെയും സാറ എന്തേലും ചെയ്യുമോ എന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് പേടിച്ച് ഓഗസ്റ്റിനോട് അവൾ, ഞാൻ ഇനി ആ വീട്ടിലില്ല, എനിക്ക് ഈ അവസ്ഥയിൽ സാരയുടെ അടുത്ത് നിൽക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ മാർത്തയുടെ അടുത്ത് പോവുകയാണെന്ന് പറയുന്നു. ഓഗസ്റ്റിൻ ആണെങ്കിൽ ഇപ്പൊ ആന ഇല്ലാതെ പറ്റാത്ത അവസ്ഥയായി. അത് കണക്കിലെടുത്ത്
അവൻ അവളോട് ഞാൻ സാറയെ കെയർ ഹോമിലേക്ക് മാറ്റാം, അങ്ങനെയാണെങ്കിൽ നീ അവിടെ വരുന്നതിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ അതിൽ ഓക്കെ ആയിരിക്കും. അങ്ങനെ ഓഗസ്റ്റിൻ സാറയെ അവിടുന്ന് മാറ്റുന്നു. പിന്നീട് അവർ രണ്ടുപേരും സുഖമായി ജീവിക്കാൻ തുടങ്ങുന്നു. ആ കാലം മുഴുവനും മാർത്തയായിട്ട് ആനക്ക് അത്ര വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. മാർത്തി അവൾക്ക് മെസ്സേജ് അയച്ച് നീ ഇതെവിടെ പോയി, നിന്റെ എക്സാം പ്രിപ്പറേഷനൊക്കെ എവിടെ വരെ ആയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും ആന റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആനക്കാണെങ്കിൽ മാർത്തിയോട് സംസാരിക്കാനും താല്പര്യമില്ല. ഒന്നാമത് ഓഗസ്റ്റിനായിട്ടുള്ള റിലേഷൻ ഒന്നും മാർത്തിക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ. മാത്രമല്ല താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യവും മാർത്തിയോട് അവൾ പറഞ്ഞിട്ടില്ല. മാർത്തി ഇതറിഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ആനക്ക് അന്ന് രാത്രി മര്യാദയ്ക്ക് ഉറക്കം വരില്ല. എന്താണെന്നറിയില്ല, ഇവക്ക് സാറ ഇവളെ തന്നെ വിടാതെ പിന്തുടരുന്നുണ്ടെന്നുള്ള തോന്നലൊക്കെ വരികയാണ്. ഇവളൊരു ആശ്വാസത്തിന് വേണ്ടി ഇല്ല സാറ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിറുവിറുക്കുകയാണ്. പെട്ടെന്ന് ഇവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ മുമ്പത്തെ പോലെ തന്നെ അവൾ ആ വീടിന്റെ റൂഫിലായിരിക്കും. അതും എപ്പോ വേണമെങ്കിലും വീഴാമെന്ന അവസ്ഥയിൽ. ഇവൾ മെല്ലെ പേടിച്ച് അവിടുത്തെ ജനലിലൂടെ അകത്തേക്ക് കയറുന്നു. സാറ തന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ എന്ന് ഇവക്ക് മനസ്സിലാകുകയാണ്. അവളുടെ സാന്നിധ്യം ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. പിന്നെ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ആനക്ക് ഉറക്കം വരില്ല. ശേഷം ഇവൾ കണ്ണു തുറക്കുമ്പോൾ വീണ്ടും ആ വീടിന്റെ പുറത്തായിരിക്കും. അന്നേരം അവൾ അവിടെ ഒരു കുഞ്ഞു ബോക്സ് കാണാനിടയാകുകയാണ്. അതിൻ്റെ അകത്ത് ഒരു ഫോണും ഉണ്ട്. എന്നാൽ അതിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അത് ഓഫായിട്ടാണുള്ളത്. അങ്ങനെ നേരെ അവൾ ആ ഫോൺ എടുത്ത് ചാർജിന് വെച്ച് അത് ഓൺ ചെയ്ത് നോക്കുന്നു. അപ്പൊ അത് സാരയുടെ ഫോണാണ്. അതിൽ സാരയുടെ അമ്മ മോളെ നീ ഓക്കെ ആണോ, നിന്നെ ഓഗസ്റ്റിന് ഉപദ്രവിക്കാറുണ്ടോ, നീ റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനോട് ഈ കാര്യമൊക്കെ പറയുമെന്നുള്ള മെസ്സേജ് ആയിരിക്കും. അതിന് മറുപടിയായിട്ട് ഞാൻ പിന്നീട് ഇതിനെപ്പറ്റി പറയാമെന്നായിരിക്കും സാറ അയച്ചത്. അതുകണ്ട് ഇവൾക്കൊന്നും മനസ്സിലാകില്ല. അതേസമയം ആന റൂമിലില്ല എന്ന് മനസ്സിലാക്കിയ ഓഗസ്റ്റിൻ ആനയെ അന്വേഷിച്ച് അവിടേക്ക് വന്നിട്ട് നീ എന്താ ഈ നേരത്തെ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അന്നേരം വേഗം അവൾ ആ ഫോൺ അവൻ കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ട് എനിക്കെന്തോ ഉറക്കം വന്നില്ല എന്ന് മറുപടി പറയുന്നു. അവിടുന്ന് കേട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം ആ ഫോണും അതിലെ മെസ്സേജിനെ പറ്റി ചോദിക്കാൻ വേണ്ടി സാരയുടെ അമ്മയുടെ അടുത്തേക്ക് ആന പോവുകയാണ്. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഈ സാരക്ക് അങ്ങനെ ഒരു ഫോൺ ഉള്ള കാര്യം ഓഗസ്റ്റിന് അറിയില്ല. സാരയുടെ കുഞ്ഞു പോകാൻ കാരണം അവനാണ്, ആ ഓഗസ്റ്റിൻ. അതുകൊണ്ട് സാര ഈ കാര്യങ്ങൾ പോലീസിൽ ആദ്യം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ അവളെ എങ്ങനെയോ ഒരുവിധം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ പരാതി പിൻവലിപ്പിച്ചു. ആ സംഭവത്തിന് ശേഷം സാര പിന്നീട് എന്നോട് സംസാരിച്ചിട്ടില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അവൾ സോഫിയ എന്നായിരുന്നു പേരിടാൻ വെച്ചത്. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്, അവൾ ഓക്കെ ആണോ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ സാറ ഇപ്പോൾ കെയർ ഹോമിലാണെന്നുള്ള കാര്യം ഇവൾ പറയുന്നു. അതേസമയം ആന ഇവിടെയാണെന്നറിഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഓഗസ്റ്റിൻ അവിടെ എത്തുന്നു. അത് കണ്ട് ആ സ്ത്രീ അവളോട് നീ അവനെ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ആനക്കും ഓഗസ്റ്റിനോടുള്ള സംശയം ഇരട്ടിക്കാൻ തുടങ്ങുകയാണ്. ശേഷം ആന അവനോട് നിനക്കെങ്ങനെയാ ഞാനിവിടെ ഉള്ള കാര്യം മനസ്സിലായി എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ അതിന് ആൻസർ കൊടുക്കാതെ സാരയുടെ അമ്മയെ ഉദ്ദേശിച്ചുകൊണ്ട് നീ ആ സ്ത്രീ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ നിൽക്കേണ്ട, അവർ വാ തുറന്ന കള്ളം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറയുന്നു. അന്നേരം ആ കുഞ്ഞെങ്ങനെ മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ അവനോട് ചോദിക്കുകയാണ്. അത് ഒരു ആക്സിഡന്റ് കാരണമാണ് ഞങ്ങളുടെ കുഞ്ഞ് പോയത്. ഞാൻ ഈ കാര്യം നിന്നോട് പറയാതിരുന്നത് ആ സ്ത്രീയെ പോലെ നീയും ഞാനാണ് കുഞ്ഞിനെ കൊന്നെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചാണ്. എന്നാൽ ഇവൻ എത്രയൊക്കെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടും ഇവളുടെ ഉള്ളിൽ ഇവനോടുള്ള സംശയം പോകത്തില്ല. അത് ഓഗസ്റ്റിനും മനസ്സിലാകുന്നുണ്ട്. അവിടുന്ന് കേട്ടിട്ട് അടുത്ത ഷോട്ടിൽ ആന അയച്ച വോയിസ് മെയിലിൽ കേട്ട് നിയവസ് അവളെ തിരിച്ചു വിളിക്കുന്നു. നിങ്ങൾ ഇവിടെ മുമ്പ് വർക്ക് ചെയ്തതും സാറ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കിയതൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അതെന്തിനാ അവൾ നിങ്ങളെ പുറത്താക്കിയതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ സാരയല്ല, അവളുടെ ഭർത്താവ് ഓഗസ്റ്റിനായിരുന്നു എന്നെ അവിടുന്ന് പുറത്താക്കിയത്. അവന് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു. സാര അവനോട് പരമാവധി പറഞ്ഞതായിരുന്നു എന്നെ പുറത്താക്കരുതെന്ന്. എന്നാൽ അവൻ അത് കേട്ടില്ല. ഇതിനൊക്കെ ശേഷമാണ് സാര കിടപ്പിലായതെന്ന് നിയവസ് പറയുന്നു. ശേഷം ആന അവൾക്ക് ഈ വീട്ടിലുണ്ടായ ഓരോ അനുഭവങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ്. അതായത് സാര കണ്ണു തുറക്കുമ്പോൾ ഇവൾ ഓരോ സ്ഥലത്ത് എത്തുന്നില്ലേ, അതൊക്കെ. അപ്പോൾ ആ സ്ത്രീയും തനിക്കും ഇതേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ സമ്മതിക്കുകയാണ്. എന്നിട്ട് അത് ശരിക്കും സാര നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ നോക്കുന്നതല്ല. അവൾ എന്താണോ ഗൈഡ് ചെയ്യുന്നത് നീ അത് മാത്രം ഫോളോ ചെയ്താൽ മതി. നീ അവളെ ഒരിക്കലും എതിർത്ത് നിൽക്കാൻ പോകേണ്ട എന്ന് നിയവസ് പറയുന്നു. പക്ഷെ സാര ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, അവൾ കെയർ ഹോമിലായല്ലോ. അങ്ങനെ ഇവൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം ഏകദേശം മനസ്സിലാവുകയാണ്. അന്നേരം ഓഗസ്റ്റിൻ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവൾ പെട്ടെന്ന് പോയി ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. അപ്പൊ ഓഗസ്റ്റിൻ അവളുടെ അടുത്ത് വന്ന് റൊമാൻറ്റിക് ഒക്കെ ആകാൻ നോക്കുന്ന സമയം എനിക്കെന്തോ അതിനോടൊന്നും ഇപ്പൊ തോന്നുന്നില്ല എന്ന് അവൾ പറയുന്നു. അത് കേട്ട് അവൻ അങ്ങനെയാണെങ്കിൽ നീ റെസ്റ്റ് എടുത്തോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ അത് തീർത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു.
അങ്ങനെ അവൻ പോയതിനു ശേഷം ഇനി സാറയ്ക്ക് തന്നോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ എന്നറിയാൻ വേണ്ടി അവൾ തന്നെ കണ്ണടക്കുന്നു. ശേഷം കണ്ണ് തുറക്കുമ്പോൾ ഇവൾ കാണുന്നത് നേരത്തെ കണ്ട ക്യാൻവാസിൽ ഒരു പെയിന്റിംഗ് ആയിരിക്കും. ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരാൾ തള്ളി താഴെയിടുന്നത്. അതോടെ സാറയെ ഓഗസ്റ്റിന് പിടിച്ച് തള്ളിയത് കൊണ്ടാണ് അവരുടെ കുഞ്ഞ് പോയതെന്നുള്ള കാര്യം ഇവക്ക് മനസ്സിലാകുകയാണ്. ശേഷം ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി ആന ഓഗസ്റ്റിനെ കാണാൻ ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. എന്നാൽ ഡോറ് തുറക്കാൻ നോക്കിയിട്ടും അത് ഓപ്പൺ ആകില്ല, ലോക്ക്ഡ് ആയിരിക്കും. ശേഷം അവൾ ഒരു ഏണിയെടുത്ത് അതിന്റെ റൂഫ് ടോപ്പിൽ കയറി അവിടെയുള്ള സ്കൈലൈറ്റ് വിൻഡോയിലൂടെ നോക്കിയ സമയത്ത് ഒരു കാര്യം കണ്ട് ഞെട്ടുന്നു. അതായത് ഓഗസ്റ്റിൻ സാറയെ റേപ്പ് ചെയ്യുകയാണ്. സാറയ്ക്കാണെങ്കിൽ അവനൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അവൻ അവളെ ഒരു കെയർ ഹോമിലും മാറ്റിയിട്ടില്ല. ഇവരുടെ ഈ ഔട്ട് ഹൗസിൽ തന്നെയായിരുന്നു സാറ ഇത്ര ദിവസം ഉണ്ടായിരുന്നത്. കോമയിൽ കിടക്കുന്ന തന്റെ ഭാര്യയെ ഇവൻ ഇത്ര കാലം അബ്യൂസ് ചെയ്യുകയായിരുന്നു. ഇത്രകാലം സാറയോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടും പുറത്ത് അവൻ അയ്യോ പാവം എന്ന പോലെ അഭിനയിച്ച് നടന്നു. ആനയ്ക്ക് ഇങ്ങനെ സ്ലീപ്പിംഗ് വാക്കിംഗ് പ്രോബ്ലം ഉണ്ടാവുന്നതിന്റെ കാരണം തന്നെ സാറയുടെ ഈ സൂപ്പർ നാച്ചുറൽ കണക്ഷനാണ്. സാറ കോമയിലാണെങ്കിലും അവളുടെ കോൺഷ്യസ്നെസ്സിനെ ആനയുമായിട്ട് കണക്ട് ചെയ്യാനാകുന്നുണ്ട്. സാറയുടെ ഉദ്ദേശം ആനയോട് സത്യങ്ങൾ തുറന്നു പറയാനും പിന്നെ ആനയുടെ ബോഡിയിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടുക മാത്രമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ആ കണക്ഷൻ വിട്ടുപോകുന്നത് കൊണ്ട് തന്നെ സാറ തിരിച്ച് അവളുടെ ബോഡിയിലേക്ക് വരികയാണ്. ഇനി ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഈ പിശാചി ഇനി തന്നെയും തന്റെ കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് അവൾ വേഗം താഴെ ഇറങ്ങി അവന്റെ കാറും എടുത്ത് അവിടുന്ന് പോകുന്നു. പോകുന്ന വഴി മൊത്തം അവൾക്ക് പറ്റിയ തെറ്റോർത്ത് കരയുകയാണ്. ഇനിയിപ്പോ കരഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ അല്ലെ. പെട്ടെന്ന് ഇവൾക്ക് സാറയെ ആ വൃത്തികെട്ടവന്റെ അടുത്ത് ഇട്ട് വന്നത് ശരിയായില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവൾ ഒന്നും നോക്കില്ല, തിരിച്ച് അവിടേക്ക് തന്നെ പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഔട്ട് ഹൗസിലെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നത് ഇവൾ കാണുകയാണ്. അതോടെ ഓഗസ്റ്റിൻ ഇതിന്റെ അകത്ത് ഇല്ല എന്നും അവൻ പുറത്തോ മറ്റോ പോയെന്ന് ഇവക്ക് മനസ്സിലാകുന്നു. ശേഷം അവൾ അകത്ത് കയറുന്നു. എന്നിട്ട് സാറയോട് നീ എന്റെ കൂടെ വാ, നീ പേടിക്കണ്ട, നിനക്കൊരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് സാറയെ വീൽ ചെയറിലേക്ക് മാറ്റാൻ നോക്കുന്നു. പക്ഷേ പെട്ടെന്ന് ആന കണ്ണു തുറക്കുമ്പോൾ അവൾ സാറയുടെ അടുത്തായിരിക്കില്ല, പകരം ആ വീടിന്റെ പുറത്തായിരിക്കും. കൺഫ്യൂസ്ഡ്. പിന്നീട് അവൾ വീണ്ടും ഓടി നേരെ സാറയുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകും ആ കാലൻ ഓഗസ്റ്റിൻ. അവനെ കണ്ട ആന എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞ് കേണ അപേക്ഷിക്കുന്നു. നിനക്കൊരിക്കലും ഇവിടുന്ന് പോകാൻ പറ്റില്ല, കാരണം നിന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാണ്. അതിനെ എന്നിൽ നിന്ന് വേർപെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ അടുത്തേക്ക് വന്നേക്ക് എന്നൊക്കെ അവൻ പറയുന്നു. പക്ഷെ അവൾ അത് കേൾക്കില്ല. അവൾ വേഗം അവന്റെ വണ്ടിയിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ കീ ഉണ്ടാകില്ല. ഇനി എന്തായാലും വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ കാണാതെ വണ്ടിയിൽ കിടക്കുന്ന ഒരു കത്തി എടുത്ത് അവിടുന്ന് ഇറങ്ങുന്നു. ഡോറ് തുറന്നു വന്ന അവളെ ഇവൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ആന അവളുടെ കയ്യിലുണ്ടായ കത്തി കൊണ്ട് അവന്റെ തുടയിൽ അങ്ങ് കുത്തുന്നു. ഓഗസ്റ്റിനാണെങ്കിൽ വേദന കൊണ്ട് പൊളയുകയാണ്. ആ തക്കത്തിന് ആന വേഗം സാറയുള്ള റൂമിൽ പോയിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നു. അവനാണെങ്കിൽ പിറകെ വന്ന് പുറത്തു നിന്ന് ആന വാതിൽ തുറക്ക്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു. എന്നാൽ നമ്മളുടെ പെണ്ണ് വാതിൽ തുറക്കില്ല. ഇതൊക്കെ അവന്റെ അടവാണെന്നറിയാം. ഇവൾ ഡോറ് തുറക്കില്ല എന്ന് മനസ്സിലാക്കിയ അവൻ പുറത്തു നിന്ന് ആ ഡോർ അങ്ങ് തല്ലി പൊളിക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം ആന സാരയോട് സോറി, എന്റെ സൈഡായിരുന്നു തെറ്റ്, നീ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുന്നു. അന്നേരം ആനയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അപ്പോഴേക്കും ഓഗസ്റ്റിൻ വാതിൽ തള്ളിപ്പൊളിച്ച് അകത്തേക്ക് കടക്കുന്നു. നോക്കുമ്പോൾ അവൻ കാണുന്നത് ആനയുടെ ശരീരത്തിലുള്ള സാറയായിരിക്കും. അതും അവനെ കൊല്ലാൻ ലക്ഷ്യമിട്ട് കയ്യിൽ കത്തിയുമായിട്ട് അവന്റെ അടുത്തേക്ക് സാറ വരികയാണ്. അത് കണ്ട് ഇവൻ സാറ സോറി, എന്നോട് നീ ക്ഷമിക്കുക എന്നൊക്കെ കരഞ്ഞു പറയുകയാണ്. ഇവളോട് ഇത്രയും ക്രൂരതയും നെറികേടും കാണിച്ച് ഇവനെ ഇനി വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഒന്നും നോക്കില്ല, സാറ അവളുടെ കയ്യിലെ കത്തി കൊണ്ട് അവനെ അങ്ങ് കുത്തിക്കൊല്ലുന്നു. അത് കഴിഞ്ഞ് സാറ അവളുടെ ശരീരത്തിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. ആന പഴയതുപോലെയുമായി. ശേഷം ആന ഇത്രയും സംഭവം നടന്നത് കൊണ്ട് തന്നെ ഷോക്കായതുപോലെ അവിടുന്ന് നടന്നു പോകുന്നു. ഈ സീനാണ് നമ്മൾ സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ കണ്ടത്. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് 5 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ആന പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. കുഞ്ഞിന് എന്ത് പേരാണ് ഇടാൻ പോകുന്നതെന്ന് അവിടുത്തെ നേഴ്സ് അവളോട് ചോദിക്കുമ്പോൾ ഇവൾ സോഫിയ എന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആനയുടെ ശരീരത്തിലുള്ളത് സാറയാണെന്നുള്ള കാര്യം. കാരണം സാരയുടെ അമ്മ അന്ന് ആനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അവൾ സോഫി എന്നാണ് പേരിടാൻ വെച്ചതെന്ന്. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ദിവസം വേറൊരു മൂവിയായിട്ട് ഞാൻ വരാം.